ഈസ്റ്റർ മുയലുകൾ. ഈസ്റ്റർ ആചാരങ്ങളോട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈസ്റ്റർ മുയലുകൾ. യൂറോപ്പിൽ പ്രചാരത്തിലിരിക്കുന്ന പല നാടോടി കഥകളിലും ഈസ്റ്റർ മുട്ടകൾ കുട്ടികൾക്ക് എത്തിക്കുന്നത് ഈസ്റ്റർ മുയലുകളാണ്. കുട്ടികൾ നല്ലവരാണോ എന്നറിയുന്നതിനും ആ അറിവിൻ്റെ വെളിച്ചത്തിൽ മുട്ടയും മിഠായികളും അടങ്ങിയ ബാസ്ക്കറ്റുകൾ അവർക്ക് നൽകുന്നതിനുമായിട്ടാണ് മുയലുകൾ വരുന്നത്. മുയലുകൾ ഈസ്റ്റർ കഥകളുടെ ഭാഗമാകാൻ പല കാരണങ്ങളുണ്ട്. മറ്റ് ഈസ്റ്റർ പാരമ്പര്യങ്ങളെപ്പോലെ തന്നെ ഇതിൻ്റെയും ഉറവിടം ജർമ്മനിയാണ്. 1680 ജോർജ് ഫ്രാങ്ക് എന്ന എഴുത്തുകാരൻ തൻ്റെ രചനകളിൽ ഈ കഥകൾ അവിടെ നിലനിന്നിരുന്നതായി വിവരിക്കുന്നു. ഈസ്റ്റർ സമയമാകുമ്പോൾ മുയലുകൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ചായം തേച്ച മുട്ടകളും മിഠായികളുമൊക്കെയായി വരുമെന്നും കുട്ടികളുടെ സ്വഭാവ രീതിക്കനുസരിച്ച് അവ വിതരണം ചെയ്യുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഈ ആചാരങ്ങൾ പെട്ടെന്ന് പ്രചരിച്ചു. ജീവൻ സമൃദ്ധമായി ലഭിക്കുന്നതിൻ്റെ പ്രതീകമാണ് മുയലുകൾ. ചിലയിനം മുയലുകൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ വീണ്ടും ഗർഭം ധരിക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ യേശുവിൻ്റെ ഉയർപ്പിൽ കൂടി ലഭിക്കുന്ന അനന്തമായ ജീവൻ്റെ അടയാളത്തിൻ്റെ പ്രതീകമായി മുയലിനെ കണ്ടവരുമുണ്ടാകാം. അക്കാലത്ത് മുയലിനെ ഒരു ദ്വിലിംഗ ജീവിയായി കണ്ടവരും ധാരാളമുണ്ടായിരുന്നു. അതിനാൽ കന്യകാത്വം നഷ്ടപ്പെടാതെ കുട്ടികളെ ജനിപ്പിക്കാൻ സാധിക്കുമെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിരുന്നു. ജർമ്മനിയിലെ പദർബോൺ കത്തീഡ്രലിലും ഫ്രാൻസിലെ പ്രസിദ്ധമായ നോട്ടർഡാം കത്തീഡ്രലിലും 3 മുയലുകൾ ഒരുമിച്ചിരിക്കുന്ന രൂപങ്ങൾ ജനലിലും ഭിത്തിയിലും വരച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കാനാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പലവിധമായ കാരണങ്ങളാൽ മുയലുകൾ ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ഭാഗമായി തീർന്നു.